ട്രാവലിംഗ് ആയിരുന്നു എൻ്റെ ഒരു ഭ്രാന്ത്. ആ ഒരു ട്രാവലറായിട്ട് തന്നെയാണ് ആളുകൾ എന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നു മോനെ നീ ഇതൊക്കെ കണ്ടോണം, ഞാൻ 2000 സപ്ലി കൂടെ കഴിയുമ്പോൾ ഞാൻ വേറെ ലെവലൊരു സാധനം കാണിക്കുന്നു. സിംഗിളായിട്ട് യാത്ര ചെയ്യുമ്പോഴും വെൻ യു ട്രാവൽ വിത്ത് സം അതർ കമ്പാനിയൻ, ആ രണ്ടൊരു പ്രശ്നങ്ങളുണ്ട് അവിടെ. ഈ സ്പിറ്റി വാലി എന്നുള്ള ഏരിയ ഉണ്ട്, ഇതൊന്നും ഞാൻ എൻ്റെ മൈൻഡിൽ പോലും കേട്ടിട്ടുള്ള സ്ഥലമാണ്. ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഒരു യാത്ര ചെയ്യുന്ന വ്യക്തി എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു പ്ലേസ് സ്പിറ്റി. ഒരു ഗ്രീൻ ഒരു ലഷ് പാർട്ടുണ്ട് ഗോവയ്ക്ക്, വിച്ച് ലൈക്ക് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തത്. വെൻ യു ട്രാവൽ സോളോ ആയിട്ട് പോകുമ്പോഴും ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ അതൊക്കെ രണ്ട് ട്രാവലിംഗ് കിക്കാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാശ്മീർ എന്നൊക്കെ പറയുമ്പോൾ വേറൊരു ഇതും ഞാൻ ഉള്ളിലോട്ട് ഇവൻ പോകുന്നു, പക്ഷെ എത്തുന്നില്ലല്ലോടാ. അവസാനം എത്തി. നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് എനിക്കൊരു അന്തവും കുന്തവും എനിക്ക് അറിയത്തില്ല. ഈ 40-45 ദിവസം കഴിയപ്പോഴത്തേക്കിന് ഞാൻ ആദ്യമായിട്ട് ചോറ് കഴിക്കുന്നത്. നമസ്കാരം, ഞാൻ ജോബി. ഇന്ന് നമ്മളോട് ഇവിടെ സംസാരിക്കാനിരിക്കുന്നത് നമ്മുടെ എക്സ്പ്ലോർ പേജിലൊക്കെ ഇടയ്ക്ക് വെച്ച് ഒരു ചേച്ചിയെ കഷ്ടപ്പെട്ടിങ്ങനെ എപ്പോഴും പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഫേസ് കണ്ട് എവിടെയെങ്കിലും മിന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹമാണ്. സോ അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പിടിച്ചു വെച്ചേക്കുവാണ്. സോ ആസ് എ ജിം ട്രെയിനർ അല്ലേ, അങ്ങനെ ആയിരിക്കാം പലർക്കും ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ വരിക. പക്ഷേ എന്താ പറയാ, അദ്ദേഹത്തിനൊരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ ഇവിടെ ചെകനെടുക്കാൻ പോകുന്നത്. സിനിമയുണ്ടല്ലോ കൊച്ചി രാജാവ്, ആ കാലത്തെയാണ് നമ്മൾ ഇവിടെ എന്താ പറയാ പിഴിഞ്ഞെടുക്കാൻ പോകുന്നത് ആസ് എ ട്രാവലർ. സോ ഹീസ് എൻ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി കൂടുതൽ ട്രാവലിംഗ് ഇൻഫ്ലുവൻസ് ആണ് ഇദ്ദേഹം തന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഹൈലൈറ്റ്സ് ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു 99% സ്റ്റേറ്റുകൾ എബോവ് 75 അത് അത്രത്തോളം പോർഷൻസ് അദ്ദേഹം കവർ ചെയ്തു. സോ അതിനെയൊക്കെ പറ്റി സംസാരിക്കാനാണ് ഇന്ന് അദ്ദേഹം വന്നത്. സോ വെൽക്കം. താങ്ക്സ് ബ്രോ, താങ്ക്സ്. ഇച്ചിരി പൊക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഒന്നുമില്ല, കാണുന്നവർ കുറച്ച് ലൈറ്റായിട്ട് പിടിച്ചാൽ മതി കേട്ടോ. കുറച്ച് കൂട്ടിയാലല്ലേ അവര് നിർത്തുള്ളൂ. അതായത് അവരെ ഇവരെന്നെ കണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് അത്യാവശ്യം എന്ത് പറയുന്നത്, ഒരു പെങ്കൊച്ചിനെ രാവിലെ എണീക്കുന്ന ഇവൻ കിടന്ന് കഷ്ടപ്പെടുത്തുന്നു. ഈ ഒരു വീഡിയോ അവർ കാണുന്നത് കൂടുതലും മലയാളികളുടെ പാവം അർജുൻ റെഡ്ഡി അല്ല, ഇപ്പൊ രാവിലെ ഉറക്കം എണീക്കുമ്പോഴും പാവ കൊച്ചിനെ കിടന്ന് കഷ്ടപ്പെടുന്നു എന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു ഫിറ്റ്നസ് ഫീൽഡിലേക്ക് വരുന്നതിന് മുന്നേ ഇപ്പൊ നീ പറഞ്ഞതുപോലെ തന്നെ ട്രാവലിംഗ് ആയിരുന്നു എൻ്റെ ഒരു ഭ്രാന്ത്. ആ ഒരു ട്രാവലറായിട്ട് തന്നെയാണ് ആളുകൾ എന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതും. ഇൻഫാക്ട് ഒരു കാലഘട്ടത്തിൽ ഒരു രണ്ട് പ്രൊപ്പോർഷൻ ഓഫ് ഫാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്നെ എന്റെ കൂടെ ബാക്കപ്പ് ആയിട്ടില്ല കുറെ നാളായിട്ട് നിൽക്കുന്നവർക്ക് എന്നെ കൃത്യം എന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം അറിയാം. കാരണം ഒരു 2018, 19, 20 കാലഘട്ടത്തിലൊക്കെ അത്യാവശ്യം നല്ല രീതി യാത്ര ചെയ്യും. ബ്രോ അല്ലേ ബ്രോ മറ്റേ ലക്ഷദ്വീപിൽ പോയ ബ്രോ അല്ലേ ഓൾ ഇന്ത്യ പോയ. അപ്പൊ ഈ ഒരു പോയിന്റ് വരും, ബ്രോ മറ്റേ ലക്ഷദ്വീപിൽ കുടിയും കിടന്ന ബ്രോ അല്ലേ, ഞാൻ തന്നെ ആള്. കാശ്മീരിൽ വെച്ച് വണ്ടി എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആദ്യം അറിയുന്നത്. ഫസ്റ്റ് കൂടുതൽ എന്നെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് എന്റെ ലക്ഷദ്വീപ് യാത്രയായിരുന്നു. കാരണം അവിടെ ഒരു 80-88 ദിവസം കുടിക്കിടന്ന് ആ ഒരു യാത്രാ രീതി, കാരണം കൂടുതൽ സെറ്റപ്പ് ഒന്നുമില്ല, എല്ലാവരും കാണുന്നത് ഇത് പച്ച റോ ഫോർമാറ്റിൽ ഞാൻ എന്താണോ അതാണ് കാണിക്കുന്നത്. അവിടെ ലൈവ് സ്ട്രീമിംഗ് ഒന്നുമില്ല ബ്രോ, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വീഡിയോ അവിടെ എവിടെ ഇടും, അത്രേ ഉള്ളൂ. ഹൈലൈറ്റ്സ് ഒക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇംപ്ലുവൻസ് ഉറപ്പായിട്ടുണ്ട്. പോസ്റ്റുകൾ ജിമ്മിന്റെ കാര്യങ്ങളുണ്ടെങ്കിലും അത് ഹൈലൈറ്റ്സ് ദാറ്റ് വി ക്യാപ്ചർ അല്ലെ, അത് വളരെയധികം എനിക്ക് തോന്നുന്നു കുറെ പേരിലേക്ക് ഒരു ഐഡിയ കൊടുത്തത്. ലൈക്ക് ഇപ്പൊ ഒരു ട്രാവലിങ്ങിന് പോകാനുണ്ടെങ്കിൽ ആ ഹൈലൈറ്റ്സ് ഒക്കെ നോക്കിയോ ഇതൊക്കെ കൊള്ളാലോ, ഇദ്ദേഹം തൊട്ടൊരു ഐഡിയാസ് കൂടുതൽ ലൈക്ക് നോട്ട് ഓൺലി ദ ബ്യൂട്ടി, അതിൻ്റെ ഇന്നർ റൂംസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അത് പേഴ്സൺ അല്ലേ അവരുടെ. അതായത് ഇപ്പൊ എന്നെ കണ്ടിരിക്കുന്ന കുറച്ചധികം വ്യക്തികളുണ്ടായിരിക്കും, ഇവരെന്നെ ചിലപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നൊരു ഈ യാത്രയുടെ കൊറോണ സമയത്ത് അതന്നെ കൊറോണ സമയത്ത്, അതായത് 2018-19 കാലഘട്ടമാണെന്ന് തോന്നുന്നു. ആ സമയത്തേക്ക് പറയുമ്പോഴത്തേന് ട്രാവലിംഗിലേക്ക് ഒരുപാട് പേര് അങ്ങനെ എത്തിപ്പെട്ടിട്ടില്ല. നമ്മൾ കുറച്ചധികം ആളുകളെ കണ്ട് ഇങ്ങനെയാണ് സംഭവം യാത്ര, അങ്ങനെ ഒരു ആകാംക്ഷയോടാണ് ഞാനും ഈ യാത്ര എനിക്ക് ഇറങ്ങി ഭ്രാന്തായത് ഒരു സമയത്ത്. അപ്പം എൻ്റെ ഉമ്മ എന്നെ പറയുമായിരുന്നു, ഇവൻ ഭ്രാന്ത് പിടിച്ച് ബാഗ് നോക്കിക്കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാൻ. കാരണം നിൽക്കാൻ നിപ്പിനായിരിക്കും തോന്നുന്നത് എവിടെയെങ്കിലും തെറിക്കണമെന്നുള്ളത്. കാരണം അത്രയ്ക്ക് വൈബ്രൻ്റ് ആയിട്ട് ഞാൻ നിൽക്കുവാൻ ആ സമയത്ത്. ഒളിച്ചോട്ടം പോലെ ആയിരുന്നു യാത്ര. അങ്ങനെയല്ല, ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ആദ്യത്തെ ഒരു ഈ ഓൾ ഇന്ത്യ ട്രാവലിംഗ് പ്ലാൻ ചെയ്യും. ഞാൻ ട്യൂഷൻ ക്ലാസ് ഇരിക്കുമായിരുന്നു, സപ്ലിക്ക് പഠിക്കുമായിരുന്നു എഞ്ചിനീയറിങ്ങിന്. അപ്പോൾ ഇരിക്കാൻ നേരത്ത് ഞങ്ങളെല്ലാവരും ഇരിക്കാൻ നേരത്ത് കൂടെ എടുത്തിട്ടുണ്ട്, അസീസ് എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ നീ ഇതൊക്കെ കണ്ടോണം, ഞാൻ 2000 സപ്ലി കൂടെ കഴിയുമ്പോൾ ഞാൻ വേറെ ലെവലൊരു സാധനം കാണിക്കുമെന്ന്. എല്ലാവരും ഇതാവുന്ന രീതി നീ ഒന്നും കാണിക്കാൻ പറഞ്ഞു, കാണിച്ചിരിക്കും ഉറപ്പാന്ന് പറഞ്ഞു. ഞാൻ കണ്ടോണം, ഞാൻ ബാഗ് നോക്കിക്കൊണ്ട് ഞാൻ ഇന്ത്യ മുഴുവൻ കറങ്ങാൻ പോകുന്നു. ഉമ്മാർ പറഞ്ഞു, നീ ഇതും പൊക്കിക്കൊണ്ട് പോയിട്ട് എറണാകുളത്ത് തിരിച്ചു കയറി വരാനല്ലയോ എന്നുള്ള രീതി പറഞ്ഞു. ഇപ്പോഴും എൻ്റെ വീഡിയോ കിടപ്പുണ്ട്, അമ്മ തമാശ കളിയാക്കുന്നത് ആ ഇത് പോസ്റ്റ് ചെയ്തിട്ട് അത് ഉണ്ട്, ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കിടപ്പുണ്ട്. ഇമാര് തമാശക്ക് ഞാൻ തമാശ രൂപേണ പറഞ്ഞു, അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ണമൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ ഒരു ശരീരഘടനയും അത് തന്നെ ആയിരുന്നു മെയിനായിട്ട്. അപ്പം അതിൽ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഈ യാത്രയൊക്കെ ഇങ്ങനെ ഇരുന്ന് ബൈക്കിനകത്തൊക്കെ ഇത്രയും പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഞാൻ ബൈക്കിനകത്ത് ഞാൻ ഒരു യാത്ര സംഘടിപ്പിക്കാൻ പ്ലാനുണ്ട്. അന്ന് ഒരുപാട് പേരങ്ങനെ ഈ എന്തുവേണം ചപ്പു ചവറ് കണക്ക് വേണമെങ്കിൽ പറയാം, ഇങ്ങനെ കിടന്ന് യാത്ര എന്ന രീതിയിൽ. കാരണം എന്ത് പറയുന്നത്, സമൂഹ മാധ്യമം അംഗീകരിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നൊരു
ആ ഒരു ടൈം പീരീഡ് ഒന്നും അല്ല. പക്ഷെ ഇപ്പോൾ അത് മാറി. അന്ന് പറയുമ്പോൾ ഞാനും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഒന്നും ആക്റ്റീവ് അല്ല, ആരെയും കാണിക്കാനോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടൊന്നും യാത്ര ചെയ്ത വ്യക്തിയല്ല ഞാൻ. അന്ന് ആക്ച്വലി യാത്ര ചെയ്യുന്ന പറയുമ്പോൾ എൻ്റെ ഒരു സന്തോഷം എങ്ങനെ കണ്ടെത്തും. പിന്നീടാണ് നമ്മൾ ഈ യാത്രയൊക്കെ സോഷ്യൽ മീഡിയയിൽ കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു സംഭവമാണെന്ന് കൂടെ നമ്മൾ മനസ്സിലാവുന്നത്. സ്റ്റാർട്ടിങ് തന്നെ ഇങ്ങനെ ഇത്രത്തോളം എക്സ്പോഷർ വരാനായിട്ട് കാര്യം എന്തിലേക്ക് ഈ യാത്ര ഇറങ്ങി ഇത്രത്തോളം ലൊക്കേഷൻസ് കവർ ചെയ്യാനായിട്ട്, അതായത് പ്രീ പ്ലാനിങ് ഉണ്ടായിരുന്നു അതിന് കൃത്യമായിട്ട്? എനിക്ക് ടു ബി ഫ്രാങ്ക് പ്രീ പ്ലാനിങ് ഞാൻ ഒരു പരിപാടിയും പ്രീ പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരുപാട് ഞാൻ ചെയ്തു പോകുന്ന വ്യക്തിയൊന്നുമല്ല. അതായത് നമ്മൾ ആ പോകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ലൈക്ക് ഇപ്പോൾ പറഞ്ഞ ഈ നമ്മുടെ റെയിൻഡിയർ ഹോളിഡേയ്സ് ഇവരുടെ തന്നെ ലൈക്ക് അവരുടെ മെയിൻ ആളുകളുമായിട്ട് ഞാൻ നല്ല രീതിയിൽ കോൺടാക്ട് ഉള്ള. അപ്പോൾ ചേട്ടന്മാരെ വിളിച്ചേട്ടാ ഞാൻ ഇതിൽ പോകുന്നുണ്ട്, അപ്പോൾ പറയട്ടാ മോനെ പോയാൽ എന്ത് അസിസ്റ്റൻസ് സപ്പോർട്ടും നമ്മൾ ചെയ്തു തരും, നീ അത് നോക്കിയൊന്നും വേണ്ട. അപ്പം അവരുമായിട്ടുള്ള കുറച്ച് നമ്മൾ ചേട്ടാ ഇവിടെ പോകുന്നത് എങ്ങനെ ഇത് ആ ഒരു ചോദ്യങ്ങൾ. അപ്പം നമ്മുടെ ആ ഒരു അടുത്ത കണക്ഷൻസ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞ റെയിൻഡിയർ ഹോളിഡേയ്സിന് അവരായാലും ഉള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ കുറച്ച് വിവരണങ്ങൾ അവരുടെ നിന്ന് തിരക്കും, ആ കുറച്ച് ഇൻഫർമേഷൻസ് നമ്മുടെ കാണും. എവിടെയെങ്കിലും സ്ഥലങ്ങളിൽ പോകുകയാണെങ്കിൽ പെട്ട് നിന്ന് വിളിക്കാനായിട്ട് ചേട്ടാ ഇതേപോലെ ഒരു അവസ്ഥ ആണോ ഞാൻ സെറ്റ് ചെയ്യണം. അപ്പം ആ ഒരു അസിസ്റ്റന്റ് പോലെ അതൊരു ബന്ധങ്ങളാണ് നമ്മൾ അവരുമായിട്ട് പുലർത്തിക്കൊണ്ട് പോയത്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങൾ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്തു. അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരിടത്ത് എത്തുമ്പോൾ നമുക്ക് അറിയാം രാത്രി ആവാൻ ഒരു 8-9 മണിയാവാൻ വേണ്ടിയിട്ട് ഇനി ഒരു 3-4 മണിക്കൂറുണ്ട്. സോ 3-4 മണിക്കൂറിനുള്ളിൽ അടുത്ത് ഏത് സ്പോട്ടിൽ നമ്മൾ സ്റ്റേ അടിക്കണം, ഇത്രയേ ഉള്ളൂ മെയിൻ. അപ്പം നമ്മൾ പോകുന്ന റൂട്ട് നമുക്കറിയാം, കേരള ടു കാശ്മീർ ഇങ്ങനെ പോകും, അതിൻ്റെ ഇടയിൽ നല്ല നല്ല സ്പോട്ടുകൾ എവിടെ, പിന്നെ നമ്മൾ നോക്കും ഫ്രീ ആയിട്ട് എവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മംഗലാപുരത്ത്, അപ്പം നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു അവിടെ സ്റ്റേ. അടുത്ത് ഗോവയിൽ എത്തുമ്പോൾ നമ്മുടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, അവിടെ 2 ദിവസം സ്റ്റേ. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്തുവാ, അവിടെ സ്റ്റേ ചെയ്ത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം, എന്നിട്ട് അടുത്ത സ്പോട്ട്. അപ്പോൾ എത്ര ദിവസം വെച്ചിട്ട് ഒരു സ്ഥലത്ത് പ്ലാനിങ് ഇല്ല. എന്നാലും ഒരു ആവറേജ് എത്ര ദിവസം സ്പെൻഡ് ചെയ്യും ഒരു സ്ഥലത്ത്, ഒരു ലൊക്കേഷനിൽ? ഇതിനകത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് കാണുക അവനോട് ഞാൻ പറയാം. അതായത് എൻ്റെ കൂടെ ഒരു ട്രാവൽ ചെയ്യുന്ന ബൈക്കിൽ എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു. അവൻ വേറെ ബൈക്കിൽ, ഞാൻ വേറെ ബൈക്കിൽ. ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഈ സിംഗിളായിട്ട് യാത്ര ചെയ്യുമ്പോഴും വെൻ യു ട്രാവൽ വിത്ത് സം അതർ കമ്പാനിയൻ, ആ രണ്ടൊരു പ്രശ്നങ്ങളുണ്ട് അവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ് സെറ്റ് സംതിങ് ഡിഫറെൻറ്റ്. എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന വ്യക്തി ആ പുള്ളിയുടെ മൈൻഡ് സെറ്റ് ഡിഫറെൻ്റ് ആണ്. സോ ഈ 2 ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ് ഒരു യാത്രയിൽ ഒന്നിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കിന് 2 അഭിപ്രായങ്ങൾ വരും. നിങ്ങൾ ഉദ്ദേശിച്ച എയിം നടക്കാതെ വരും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇഷ്ടം പോലെ സമയമുണ്ട്, എനിക്കൊന്നും നോക്കണ്ട. പക്ഷേ എൻ്റെ സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം അവന് കുറച്ച് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. അവൻ്റെ ഒരു ഡ്രീമാണ് കേരള ടു കാശ്മീർ, നോർത്തിലെത്തുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒന്നും വരും, ഇങ്ങനെ പോവുക തെണ്ടി തിരികെ എല്ലാം കണ്ട് ആസ്വദിച്ച് ഇതിൻ്റെ മാക്സിമം എക്സ്ട്രീം പീക്ക് തലയ്ക്ക് കിക്ക് കിട്ടണം. ആ രീതി പോവാം. ബെനിഫിറ്റ് ആയിട്ടല്ലേ, അതായത് രണ്ടുപേരും വരുമ്പോൾ കുറച്ച് കൂടുതൽ ഐഡിയാസ് നമുക്ക് കിട്ടില്ല. ഉണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് കാരണം ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് അവനാണ് കുറച്ച് യാത്രയുടെ ഉസ്താദ് വേണേ അവൻ ഇതിനെക്കുറിച്ച് ഈ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം അവന് കൃത്യമായിട്ട് അറിയാം. കാർത്തിക് അല്ല എനിക്ക് ഞാൻ സത്യം പറഞ്ഞ പൊട്ടം പൂരം കാണാൻ ഇറങ്ങി തിരിച്ചാ ഉള്ളത് പറഞ്ഞാൽ പൊട്ടം പൂരം കാണാൻ പോകുന്ന പോലെ ഒരു ബൈക്കുമായിട്ട് ഇറങ്ങി തിരിച്ച് ഇതിനപ്പുറത്തേക്ക് ചിന്തയൊന്നും ഞാൻ ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. പക്ഷെ ഇവനെ സംബന്ധിച്ച് ഇവന് വ്യക്തമായ പ്ലാനിങ് ഉണ്ട്. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഓക്കെയാണ്. ലൈക്ക് ഈ സ്പിറ്റി വാലി എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്, ഇതൊന്നും ഞാൻ എൻ്റെ മൈൻഡിൽ പോലും കേട്ടിട്ടുള്ള സ്ഥലമാണ്. ഇവനാണ് എന്നെ അങ്ങോട്ട് ഗൈഡ് ചെയ്തത്. അത് ഞാൻ ഇപ്പോഴും അവൻ താങ്ക്ഫുള്ളാണ്. കാരണം അവനില്ലായിരുന്നുവെങ്കിൽ ആ സ്ഥലം അതായത് ഒരിക്കലും പറ്റത്തില്ല. ലൈക്ക് ഈ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഒരു യാത്ര ചെയ്യുന്ന വ്യക്തി എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു പ്ലേസ് സ്പിറ്റി. അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് പാർട്ട്. ആ ഒരു കമ്പാനിയൻ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് എത്തിപ്പെട്ടു. പക്ഷേ എങ്കിലും അവനും അറിയാം കൃത്യമാണ്, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അറിയാൻ ധാരണയുണ്ട്. ഇപ്പോൾ ഞാൻ ഗോവയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ എനിക്ക് ഒരു ഫ്രീ സ്റ്റേ ഉണ്ട്. അപ്പോൾ ഫ്രീ സ്റ്റേ ഉള്ളപ്പോൾ നമുക്ക് സാമ്പത്തിക ചിലവ് അവിടെ ചുരുക്കമാണ്. അപ്പോൾ നമുക്ക് അവിടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് അത് അവിടെ ചെന്നിട്ട് കണ്ടുപിടിച്ചതാണോ അതോ നേരത്തെ? അല്ല, ഗോവയിലെ ഫ്രീ സ്റ്റേ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, കാരണം നമ്മുടെ ഒരു ബന്ധുവിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം പക്ഷെ എനിക്ക് അവിടെ ഒരു വ്യത്യസ്ത കാര്യം എന്ന് പറയാം, എല്ലാവരും ഗോവയെന്ന് പറയുമ്പോഴത്തേനും ബീച്ച് പബ് ഈ ഒരു ഏരിയ. ബട്ട് ദർ ഇസ് എ ഡിഫറെൻറ്റ് പാർട്ട്. ബട്ട് ദർ ഇസ് നോട്ട് ചർച്ച് മാത്രമല്ല, ഒരു ഗ്രീൻ ലഷ് പാർട്ടുണ്ട് ഗോവയ്ക്ക്, വിച്ച് ലൈക്ക് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തത്. ബട്ട് ഐ ഗോട്ട് എ ചാൻസ് ടു എക്സ്പ്ലോർ ദാറ്റ് ഓൾസോ. അത് ഭയങ്കര എനിക്കൊരു അഡ്വാൻറ്റേജ്, ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ഗോവയിൽ നമ്മൾ കോളേജ് ടൂർ പോകുമ്പോൾ ബേസിക് തിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കണക്റ്റഡ് ആയിരിക്കും. 30-40 ഞാനൊക്കെ പഠിക്കുക പറയുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അപ്പോൾ ഒരു 30-40 ആമ്പിള്ളേർ അതിനകത്ത് കാണും. അപ്പോൾ എല്ലാവർക്കും കൂടെ പാർട്ടിന് അട്ടിപ്പൊളിക്കണം. ആ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ സംതിങ് ഡിഫറെൻറ്റാണ്. സി വെൻ യു ട്രാവൽ സോളോ ആയിട്ട് പോകുമ്പോഴും ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ അതൊക്കെ രണ്ട് ട്രാവലിംഗ് കിക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അത് എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി ഇപ്പോൾ ഗോവ ചൂസ് ചെയ്തുകൊണ്ടൊരു നഷ്ടമായെന്ന് ഒരിക്കലും തോന്നുന്നില്ല. കാരണം നമ്മുടെയൊക്കെ ഞങ്ങളൊക്കെ 2018-19 കാലഘട്ടത്തിൽ ഇപ്പോൾ 30s, ഇപ്പോൾ മറ്റേ പഴയ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജെൻസി കിഡിൻ്റെ ഒരു ഏരിയയിൽ ഞങ്ങൾ മാറി, പഴയ വസന്തങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ സാഹചര്യത്തിൽ അന്ന് ഗോവയിലേക്ക് പോകാൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയൊരു എന്താ പറയുന്നത് അന്ന്. കാരണം കോളേജിൽ നിന്നൊക്കെ നമ്മൾ ഗോവ വയ്ക്കുമ്പോൾ ഞങ്ങളൊക്കെ അത് വേറൊരു കാര്യമുണ്ട്. ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ടൂർ ഗോവയിലേക്ക് വെച്ച് വെക്കുന്ന സമയത്ത് പറഞ്ഞിട്ടില്ല കോളേജ് ഞങ്ങൾ ഗോവയിലാണ് പോകുന്നത്. ഞങ്ങളിവിടെ IVK എന്ന് പറഞ്ഞ ചെറിയ അവിടെ
മംഗലാപുരം അവിടെ കണ്ട് പോയിട്ട് വരുവാന്ന കോളേജിൽ കള്ളപ്പേര് വെച്ച് ഗോവ ടൂർ പോകാന്ന്. അവസാനം ടീച്ചർ വെച്ചോടിക്ക അതിലേ പറഞ്ഞത് അവസാനം പകുതിക്കായപ്പോഴത്തേക്കിനും വിളിച്ച് ടൂർ ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത് നിങ്ങളെല്ലാം തിരിച്ചു വരണം കൊടുത്ത ഞങ്ങൾ ആ ഇത്രയും പറഞ്ഞു എത്രയും ആമ്പിള്ളാരാ പിന്നെ കാശ് കൊടുത്ത് 6000-2000 കൊടുത്ത് തിരിച്ചു പോയതാ. ഇനി ഗോവ ആണോ ആരും തിരിച്ചു വരത്തില്ല. അച്ഛന്മാരെ വിളിച്ചിട്ടോ ഇനി ഇത്രയും കാശ് കൊടുത്ത് പോലെ പോയി കണ്ടിട്ട് വന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ ട്രിപ്പ് എങ്ങോട്ടായിരിക്കാം ഒന്ന് എന്താ റെക്കമെൻഡ് ചെയ്യുക പരിപാടി? അതായത് ഞാൻ ചോദിക്കും, അതായത് നമ്മുടെ നാട്ടിലെ ആളുകൾ ആരെങ്കിലും ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഏത് സ്ഥലമായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്, അതാണ് ചോദ്യം. ആസ് എ ഫസ്റ്റ് അവരുടെ ഒരു ആദ്യത്തെ സ്പോട്ട് ലൈക്ക് ഇന്ത്യയിൽ ഏത് സ്ഥലത്ത് പോകണമെന്നാണോ ചോദിക്കുന്നത്? ഇത് പറയുമ്പോൾ ഇതിനകത്ത് 2 ഡയമെൻഷൻ ഉണ്ട്. ഇപ്പോൾ 2 ദിവസം ലീവുള്ള ഇവിടെ നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന പയ്യന്മാർക്ക് അമ്മമാർക്ക് അറിയാം നാളെ 2 ദിവസത്തേക്ക് അമ്മമാർക്ക് അവധിയാണ്. അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർക്കാണെങ്കിൽ വേറെ സ്പോട്ട്. അജിനാസിനെ പോലെ മൈൻഡ് സെറ്റ് ഉള്ള എന്തെങ്കിലും ആവട്ടെ അങ്ങനെ ഇറങ്ങി പോവാ അങ്ങനെ നോക്കാന്ന് ഞാൻ പറയും നേരെ ഉത്തരാഖണ്ഡ് ഏരിയ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ യാത്ര ചെയ്യുന്ന ഒരു കാര്യം നോക്കണം, ഈ വരുന്ന സമയങ്ങൾ നമ്മുടെ മൺസൂൺ, അതായത് ആ സമയങ്ങളും ഉത്തരാഖണ്ഡൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഫാമിലി ആയിട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോലും ഡെഫിനറ്റ്ലി സജസ്റ്റ് അങ്ങോട്ടേക്ക് യാത്ര കുറച്ച് കുറയ്ക്കുക. കാരണം അപകടം ഇൻ ദ സെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ ആ സമയത്തും ഇത്ര ഈ മൺസൂൺ ടൈം അല്ലാഞ്ഞിട്ട് പോലും നമ്മുടെ സിക്കിം ഏരിയയിലും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ നമ്മുടെ ഉത്തരാഖണ്ഡ് ഏരിയ, നോർത്ത് ഇന്ത്യ ഫുള്ളായിട്ട് ഞാൻ പറയുന്നില്ല, ബട്ട് ഒരു ചില ഏരിയാസ് ഉണ്ട്, സർട്ടൻ ഏരിയാസ്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ലാൻഡ് സ്ലൈഡ് എപ്പോഴും നമുക്ക് ഉണ്ടാകാനായിട്ടൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ ലിറ്റിൽ മോർ കോഷ്യസ് ആയിരിക്കണം ഈ മൺസൂൺ കാലഘട്ടത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ. അങ്ങനെ ഒരു ഇതെടുക്കുമ്പോൾ ഇപ്പം ഞാൻ സംബന്ധിച്ച് എന്നെ കുറിച്ച് കോഷ്യസ് ഒന്നുമില്ല, സംഭവിക്കേണ്ടതാണെങ്കിൽ സംഭവിക്കും, ജീവിക്കേണ്ടതാണെങ്കിൽ ജീവിക്കും. പക്ഷേ ജീവിച്ചാൽ കൂടുതൽ യാത്ര ചെയ്യാമല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ ഓക്കെ. പിന്നെ അല്ലാതെ നമ്മൾ വേറെ ഏത് സ്പോട്ട് പറയുന്നത് വെച്ചാൽ യാത്ര ഐ ഡെഫിനറ്റ്ലി പ്രിഫർ ദം ടു ഗോ ഫോർ സ്പിറ്റി വാലി. അത് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ മരിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ ഇന്ത്യയിൽ ഒരു സ്ഥലം കാണണമെങ്കിൽ അത് സ്പിറ്റി ആയിരിക്കണം. അത് ഇറ്റ്സ് എ പാരഡൈസ് ആക്ച്വലി. അത് നിങ്ങൾ ഒരിക്കൽ പോയിരിക്കണം. ഞാനൊക്കെ ഈ സ്പിറ്റി വാലി പോകുന്ന സമയത്തൊന്നും ഒരു മനുഷ്യരും പോയിട്ടില്ല. അങ്ങനെ ഒരുപാട് പേര് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കാരണം ആളുകൾ പോകാറുണ്ട്, ബട്ട് കൂടുതലും ലീസ്റ്റ് എക്സ്പ്ലോർഡ് ആയിരുന്നു. അപ്പം നേരെ എല്ലാവരും നോർമലി റൈഡേഴ്സ് പോകുന്നത് എന്തോ അല്ലെങ്കിൽ ആളുകൾ പോകുന്നതെന്ന് പറയുമ്പം നേരെ മണാലി ലേ ഹൈവേ ഇങ്ങനെ പോകും. പക്ഷെ മണാലി ലേ ഹൈവേ കയറാതെ ഷിംലയിൽ നിന്ന് നേരെ ഈ സ്പിറ്റി വഴി ക്രോസ് ചെയ്ത് ലേയുടെ ഹൈവേ ചെന്ന് ചാടാൻ പറ്റും. ഇതൊരു ക്രോസാണ് ഇങ്ങനെ കയറുന്നതിനേക്കാളും, ഡൽഹി ഷിംല സ്പിറ്റി വഴി. അതൊരു കാരണം ഈ സ്പിറ്റി പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് നിന്നിട്ട് സ്പിറ്റിയിലെ ലൈക്ക് വേൾഡ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അവിടെ ചെന്നിട്ട് ഞാൻ ഫ്രം ദ വേൾഡ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ് ടു ഉമ്മ വീട്ടിലേക്ക് ഒരു പോസ്റ്റൽ അയച്ചു, വീട്ടിൽ എത്തി. അത് നൈസല്ലയോ? അവിടുത്തെ വേൾഡ് ഹയസ്റ്റ് റെസ്റ്റോറൻറ്റ് അവിടെ തന്നെ. അപ്പം ലോകത്തിലെ ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എനിക്കൊരു ലെറ്റർ അയച്ചു. അത് ഈ സ്പിറ്റി വാലിയില്ല, ഉയരം കൂടിയ റെസ്റ്റോറൻറ്റ് അവിടെ കഴിച്ച്. വില്ലേജ് ഉണ്ട് അവിടെ ഹയസ്റ്റ് ആയിട്ടുള്ള, അതാണ് ഹയസ്റ്റ് റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ. വില്ലേജ് അവിടെ എന്തോ വരുന്നുണ്ട്, പോസ്റ്റ് ഓഫീസ് നമ്മൾ അവിടെ വരുന്നത്. സോ അതൊക്കെ ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ്. ആസ് എ ഫോളോവർ എനിക്ക് തോന്നിയില്ല ഹൈലൈറ്റ്സ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ കാശ്മീർ ആണോ ഫേവറേറ്റ് പ്ലേസ്? ലൈക്ക് അവിടുത്തെ ആൾക്കാരായിട്ടുള്ള ബോണ്ടിങ്. കാശ്മീർ ഇത് കാണുന്നവർ ഞാൻ പറഞ്ഞ വിശ്വസിക്കൂലെന്ന് അറിയത്തില്ല. ഞാൻ നല്ലൊരു കാര്യം പറയാം. അതായത് കാശ്മീരിൽ ഞാൻ പണ്ടൊരു ഗോവയിൽ യാത്ര പോയി. ജസ്റ്റ് ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ ഒരു ചെറുക്കനെ കണ്ട്, നമ്മുടെ കാശ്മീരി ഒരു പയ്യനാണ്. അവനെ കണ്ടതും ഭയ്യാന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഹിന്ദി അറിയത്തില്ല. ഭയ്യ കിതർ ജായ ഇപ്പോൾ പറയും ഭയ. അവൻ മിണ്ടാതെ ഇങ്ങനെ പൂച്ചവണക്കിരിക്കും. ഞാൻ ഇപ്പോൾ തമാശയ്ക്ക് ഇങ്ങനെ സംസാരിച്ചു. ഞാൻ പറഞ്ഞ് ഭയ്യ കാശ്മീരിയാണ്, ഇവിടെ ഇങ്ങനെ പഠിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത്. അപ്പം ഞാനൊക്കെ അന്ന് സംഘടനാപരമായിട്ട് ഇച്ചിരി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു എന്ത് വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ വെളിനാട്ടിൽ നിന്ന് വന്ന് പഠിക്കുന്ന പയ്യനല്ലയോ, ആവശ്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ട് അത് എന്നെ നമ്പർ കൊടുത്തു. അവിടെ കൊണ്ട് കഥം ഹോകയ. ഞാനും തമ്മിൽ ബന്ധമില്ല. ഈ ചെറുക്കനയിൽ എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. ഒരു 5 വർഷം, ഇപ്പോൾ 2025 19 കണ്ട് 6 വർഷം കൊണ്ടാവുന്നത്, 2025-26 സമയത്ത് 25-ലാണ്. ഈ പയ്യനാണെങ്കിൽ ഇവൻ്റെ ഞാൻ നാട്ടിൽ വന്നത് സിംഗപ്പൂരിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ട് ജോലിയെല്ലാം കളഞ്ഞിട്ട് നാട്ടിൽ വന്ന് നിൽക്കുക. ഈ പയ്യൻ എനിക്കൊരു മെസ്സേജ് അയക്കുന്നു. അപ്പം എൻ്റെ സ്റ്റാറ്റസ് ഉണ്ട് ബ്രോ വേറെ അറിയുമെന്ന്. അതായത് ആലോചിച്ചോണം, ഒരു ബന്ധമില്ലാത്തിരുന്ന് ചെറുക്കൻ. ഞാൻ അവനെ ഒരു ട്രെയിനിൽ പോകുന്നിട്ട് 5 മണിക്കൂർ 4 മണിക്കൂർ കണ്ട് ഞാൻ ഗോവ ഇറങ്ങി, അവൻ അങ്ങ് തിരിച്ച് കാശ്മീരിൽ പോകുന്നു. ആ ഒരു ബന്ധം മാത്രം ഞാൻ അവനുമായിട്ട് ഉള്ളൂ, വേറെ ഒരു ബന്ധവുമില്ല. ഈ ചെറുക്കനെ വിളിച്ചിട്ട് പറയാം വേറെ അറിയും. ഞാൻ ബ്രോ ഞാൻ തിരിച്ച് ഇവൻ്റെ ഞാൻ ബ്രോ എന്ന് അയച്ചു. സ്പോട്ട് ചെയ്യാൻ പറ്റില്ല, 6 വർഷം മുമ്പ് കണ്ട ഒരാളായത് ആ ഒരു ഓർമ്മ അല്ല. ആ ഒരു ഇതുണ്ട്, ചെറിയൊരു ഇത്. എന്നാലും നമ്മൾ അത് തലയിൽ പോലും എനിക്ക് ഓർമ്മ വരുന്നില്ല. അവനെ പയ്യൻ എങ്ങനെ വളർന്നിട്ടോ എന്തോ എന്ന് അറിയത്തില്ലല്ലോ. ഇവനെയാണെന്നുണ്ടെങ്കിൽ ഇവൻ ബ്രോ ഐ എം ഗോയിങ് ബാക്ക് ടു കാശ്മീർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബ്രോ ക്യാൻ ഐ ജോയിൻ യു എന്ന് അയച്ചു. ഒരു പരിചയമില്ലാതെ ഞാൻ പറഞ്ഞു ഭായ് കം എന്ന് പറഞ്ഞ് ഞാൻ അവനെ വിളിച്ച്. അപ്പോഴേ ഇവൻ എന്ത് ചെയ്ത് അവനെല്ലാം തൽക്കാലം പോയി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഞാനൊരു പൈസ അയച്ചു കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ ബീറ്റ് ചെയ്യുന്നു തിരുവനന്തപുരത്ത് വെച്ച്. വർഷങ്ങൾ 6 ശേഷം ഒരു ട്രെയിൻ യാത്രയിൽ ചെറുതായിട്ട് കണ്ടിരുത്തനാ. ഇവൻ്റെ കൂടെ ഞാൻ നേരെ കയറി. ഞാൻ ഇവനും കൂടെ നല്ല ഹാപ്പി ആയിട്ട് അന്ന് ഞങ്ങൾ കാണുന്നു. പക്ഷേ ഞങ്ങൾ നല്ല ബോണ്ടഡ് ആകട്ടെ എപ്പോഴും. ഈ ഇടയ്ക്ക് ഇപ്പോൾ ഈ വിഷയങ്ങളുണ്ടാകുമ്പോൾ ഞാൻ വിളിക്കും ബ്രോ എങ്ങനെ അവിടെ ഫാമിലിയൊക്കെ സേഫാണ്. കാരണം എനിക്ക് അവരോട് ഭയങ്കര കണക്റ്റഡായി. ഇവിടുന്ന് അവൻ കയറി ട്രെയിനിൽ കയറി അവനോട് പോയി നേരെ അവിടെ ഇറങ്ങിയതിന് ശേഷം പിന്നെ
അവിടുന്ന് മറ്റേ കാറിൽ പോകണം, ഒരു സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ പോകണം, അവിടുന്ന് നേരെ കാറിൽ പോയി ഒരു സ്പോട്ടിൽ ഇറങ്ങി. അവിടെ ചെന്നിരിക്കാൻ നേരത്ത് ഇവൻ്റെ ഉൾഗ്രാമത്തില്ല കാശ്മീരിൽ. അവിടുന്ന് എന്ത് ചെയ്യുന്നു, മറ്റേ എല്ലാവരും കൂടെ കൊണ്ടുപോകാൻ വേണ്ടി പഴയ സിനിമകളൊക്കെ കാണുന്ന പോലെ കുറേ അമ്മച്ചിമാരെല്ലാവരും കൂടെ വണ്ടിക്കകത്തിരിക്കുന്നത്, നമ്മൾ ബാഗിൽ കുറേ നേരം പെട്ട് അവിടെ ഇരുന്നായിരുന്നു. ശ്രീനഗറിൽ ഇരുന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് പോകണം. ഉള്ളിലാണ് അവൻ്റെ ഗ്രാമത്തിൽ, ഉള്ളിലെ ഗ്രാമമാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന കാശ്മീർ എന്നൊക്കെ പറയുമ്പോൾ വേറൊരു ഇതും, ഞാൻ ഉള്ളിലോട്ട് ഇവൻ പോകുന്നു, ഞാൻ എത്തുന്നില്ലല്ലോടാ. അവസാനം എത്തിക്കഴിഞ്ഞ് വീട് വെറും പാവപ്പെട്ടവൻ കേട്ടോ, അല്ലാതെ ഈ ഭയങ്കര റിച്ച് എനിക്ക് ആ ഒരു വൈബൊന്നുമല്ല. ഞാനിങ്ങനെ ആ രീതിയിലാണ്. ആസ് എൻ ഇൻഫ്ലുവൻസർ 260K അധികം ഫോളോവേഴ്സ് എത്തിയിട്ടില്ല, അത്രേ തള്ളിക്കയറ്റാതെ. ഇന്നത്തെ കണക്ക് വെച്ച് 246. ഈ പോഡ്കാസ്റ്റ് പോകുമ്പോൾ 300 എബോവ് പോകാൻ സാധ്യത വളരെ കൂടുതൽ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് എത്തുമ്പോഴേക്ക് യു ആർ എൻ ഇൻഫ്ലുവൻസർ ടു മെനി ട്രാവലേഴ്സ്. അപ്പോൾ ഇതുപോലെ അജിനാസിന് ആരെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായി കാണില്ലേ? ഹൂ ഇൻഫ്ലുവൻസ്ഡ് യു? എന്നിട്ട് യാത്രയ്ക്കാണോ? ആ യാത്രയ്ക്ക് ഒരു ട്രാവലറിന്റെ. ഞാൻ യാത്രയ്ക്ക് ഇപ്പം എല്ലാവരും പറയുന്ന പോലെ ഒരു വീമ്പിന് വേണ്ടിയിട്ട് പറയാം സന്തോഷ് ജോർജ് കുളങ്ങര എന്നൊക്കെ സംഭവം പറഞ്ഞ്, ഞാൻ പുള്ളിക്കാരൻ അതിന് ശേഷമാണ് കൂടുതൽ അറിയുന്നത്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊന്നും ഞാനൊരു വ്യക്തിയും തീരെ എനിക്ക് യാത്രയ്ക്ക് വേണ്ടി അങ്ങനെ ഇൻഫ്ലുവൻസ് ഒന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പൊട്ടനാണ്, ഞാൻ ഇറങ്ങി തിരിച്ച്, അത്രേ ഉള്ളൂ. അതിനുശേഷമാണ് പിന്നീട് ഇതിൻ്റെ കിക്ക് എന്താണെന്നും ഇതെന്താണെന്നും പിന്നീടാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് എനിക്കൊരു അന്തവും കുന്തവും എനിക്ക് അറിയത്തില്ല. ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്തോ സംഭവമാണ് ഇറങ്ങിത്തിരിക്കുന്നത്. പിന്നീട് എൻ്റെ യാത്രകൾ മറ്റുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ സംഭവം കൊള്ളാം, ഇതിനകത്ത് ഇത്രയും സംഭവം ഉണ്ടോ എന്നുപോലെ ഞാൻ ചെയ്യുന്നത്. ദെൻ ഓൺലി നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കാനും ഇതിങ്ങനെ ഇത്ര യാത്ര ഈ ഇപ്പോൾ നമ്മൾ സന്തോഷമുള്ള പുള്ളിക്കാർ ഇത്രയും പോകുന്നു. പണ്ടൊക്കെ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ കുറേയൊക്കെ ഇരുന്ന് കാണാൻ രസത്തോടെ കാണും, എങ്കിലും ഇതിൽ ഇത്ര കിക്കുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. മനസ്സിലായില്ല, നമ്മളിത് കാണും പല സ്ഥലങ്ങളും കൊള്ളാല രസമുണ്ട്, പുള്ളിയുടെ അതൊക്കെ നമ്മൾ കൊച്ചിലെ കാണുമല്ലോ. പക്ഷേ ഇതിൽ കിക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഇറങ്ങി തിരിച്ചിത് വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു കിക്ക് എനിക്ക് ചെയ്തപ്പോഴാണ് കൂടുതൽ. ഓഫ് കോഴ്സ് അതെ. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ സത്യം പറഞ്ഞാൽ ഇത്ര സംസാരിച്ചെങ്കിലും ഉണ്ടല്ലോ, പക്ക വിപരീതക്കാരാണ് രണ്ടുപേരും. കാരണം എന്താ വെച്ചാൽ ഞാൻ ബേസിക്കലി സോളോ ട്രിപ്പ് തീരെ പോവാത്ത ഒരാളാണ്. ചിലപ്പോൾ ആകെ പോയി തുടങ്ങണം. അത് പറഞ്ഞ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ ഹൈലൈറ്റ്സ് കണ്ട് കൂടുതൽ എക്സ്പോസ് ചെയ്ത് നമ്മളിങ്ങനെ അതിലൊരു പ്ലാനിങ് ഉണ്ട്. ബ്രോനെ പോലെ ആ ബ്രേവറി സത്യം പറഞ്ഞാൽ എനിക്കില്ല. ബേസിക്കലി ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു, ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ അതിന്റെ അഹങ്കാരത്തിൽ പോയേനെ. അങ്ങനൊന്നും പറയല്ല, സ്പ്ലെൻഡർ പയ്യന്മാരൊക്കെ നിന്നെ പിടിച്ച ട്രോളി കളയും, മനസ്സിലായില്ലയോ? അവിടെ സ്പ്ലെൻഡറിൽ നിന്നൊക്കെ പോകുന്ന പയ്യന്മാരൊക്കെ ഉണ്ട്, പറന്നവന്മാരൊക്കെ 6 ദിവസം 5 ദിവസം കൊണ്ട് കേട്ടൊക്കെ അടിക്കുന്നുണ്ട്. അത് പറയില്ലേ? ആ രീതിക്കാണെങ്കിൽ അഫ്കോഴ്സ് എനിക്കതൊരു ഡൈവേർട്ട് ചെയ്ത് നോക്കാന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ എന്താ പറയാ, ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഗൈഡും പരിപാടിയൊക്കെ ചെയ്തിട്ട് പ്രീ പ്ലാൻ ആയിട്ട് പോവാം. ഇപ്പൊ ബ്രോ ഇങ്ങനെ സോളോ ആയിട്ട് പോകുമ്പോഴും സ്റ്റിൽ നമ്മൾ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ ആരെങ്കിലും ഹെൽപ്പിന് അസിസ്റ്റൻസ് പെട്ടുപോകുന്നു. അത് ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ തന്നെ ഈ ബദ്രീനാഥൊക്കെ പോയ സമയത്ത്, അതായത് കേദാർനാഥ് അടുത്ത ബദ്രീനാഥ്, അപ്പോൾ രാത്രി അവിടെ എത്തുന്ന സമയത്ത് 12 മണിയാണ്. കാരണം ഈ സമയത്ത് നമുക്കൊരു റൂമോ ഹോട്ടലോ കാര്യങ്ങളോ അതും ഭയങ്കര റേറ്റ് ഒക്കെ അവിടെ നമ്മൾ പോയി ആ സമയത്ത് പോയി തപ്പുമ്പോഴത്തേന് മറ്റടുത്ത പോലെ ഫ്രീ ഇതില്ല. ഏതാ നേരത്തെ പറഞ്ഞില്ലേ ഫ്രീ റൂംസ് ഇല്ല, എല്ലായിടത്തും അങ്ങനെ അവൈലബിൾ ആയിട്ട് കിട്ടത്തില്ല ബ്രോ. നമ്മൾ ബാക്കിയുള്ള അങ്ങനെ ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട്ലി ആണെങ്കിൽ പോലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ നമ്മൾ ഇതെല്ലാം പ്ലാൻ ചെയ്യണം. സോ ഈ പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെ ബദ്രീനാഥ് നിൽക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ പെട്ടുപോയി. ആ സമയത്ത് എനിക്ക് റൂം കിട്ടാനായിട്ട് അല്ലെങ്കിൽ രാത്രി ഇങ്ങനെ തണുത്ത് വറച്ചിരിക്കുമല്ലോ, അപ്പോഴാണ് ഇപ്പം ഇതിൻ്റെ നമ്മുടെ റേറ്റി ഹോളിഡേസിൻ്റെ ചേട്ടന്മാർ അവരുമായിട്ട് ഞാൻ പണ്ടേ കണക്റ്റഡായിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ പൊട്ടി മുളച്ച് വന്ന ടീമോ കാര്യമൊന്നുമല്ല, അവർ പണ്ടുമായിട്ട് ചേട്ടന്മാരോട് ഞാൻ കണക്ട് ആയിട്ടുള്ള. അപ്പോൾ അന്ന് എനിക്ക് യാത്ര പോകുന്ന സമയത്ത് കൂടുതലും കണക്ട് ആയിട്ടുള്ളവരെ ചേട്ടാ ഇതേപോലെ ഒരു അവസ്ഥയിലാണ് പെട്ട് നിൽക്കുകയാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, നേരെ കണക്ട് ചെയ്തിട്ട് പുള്ളിക്കാരൻ കണക്ട് ചെയ്ത് വിളിച്ച് കോൺടാക്ട്, അത് എവിടുന്നും ആയിക്കോട്ടെ, പുള്ളിക്കാരൻ കണക്ട് ചെയ്തിട്ട് അവിടെ ഒരു പൂജാരി ചേട്ടനുണ്ട്. അയ്യോ നമ്പർ എൻ്റെ ഇപ്പോഴും എൻ്റെ ഫോണിനകത്തുണ്ട്, സഞ്ജു പൂജ അങ്ങനെ എന്തോ ഞാൻ പേരിട്ടിരിക്കുന്നത്, അവരുടെ അച്ഛൻ എന്തോ ഇതായിട്ട് കണക്ട് ഞാൻ സേവ് ചെയ്തിട്ടിരിക്കുന്നത്. ആ പുള്ളി എടുത്ത് ചെന്ന് കഴിഞ്ഞത് മാത്രമല്ല, ഞാൻ ഇത്രയും ദിവസം യാത്ര അവിടെ എത്തിയപ്പോൾ തന്നെ 10-40 ദിവസം അങ്ങോട്ട് പുറത്തായി. ഈ 40-45 ദിവസം കഴിയുമ്പോഴത്തേക്കിന് ഞാൻ ആദ്യമായിട്ട് ചോറ് കഴിക്കുന്നത് എനിക്കൊരു ഭയങ്കര ഫീലായിരുന്നു. കാരണം ഇവർ കണക്ട് ചെയ്ത് ഈ നമ്മുടെ റേഞ്ചിലുള്ള ചേട്ടന്മാർ കണക്ട് ചെയ്ത് എത്തിയത് മാത്രമല്ല, അവിടെ എത്തിയത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും കസ്റ്റമർ ഒന്നുമല്ല, അവർ ആക്ച്വലി എന്ന് പറയാം ഒരു അത് അവർ നടത്തുന്ന ഇതാണെങ്കിൽ പോലും നമ്മളെ ഭയങ്കരമായിട്ട് വന്ന് അവർക്ക് വെച്ചിരുന്ന ആഹാരത്തിൽ നിന്ന് വിളിച്ചിട്ട് ചോറ്, ആ ഒരു കറി, മോര് കറിയോ അത് സംതിങ്, ആ ഒരു കറിയും അച്ചാറും അതങ്ങനെ ഉള്ളായിരുന്നു. പക്ഷെ അത് നമ്മൾ ഇത്രയും ദിവസത്തിന് ശേഷം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. കാരണം നമുക്ക് എനിക്ക് കൃത്യം അത് ഓർമ്മയുള്ളതോടെ ഞാൻ കാര്യം പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പെടുന്ന അവസ്ഥയിലൊക്കെ ഡെഫിനറ്റ്ലി നമുക്ക് സഹായങ്ങൾ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ സഹായിക്കാനായിട്ട് ഡെഫിനറ്റ്ലി നമ്മൾ ആ ഒരു കോൺടാക്ട്സ് നമ്മൾ അന്നോട്ടെ പണ്ടോട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ചേട്ടന്മാരുമായിട്ട് നമ്മൾ ഇപ്പോഴും നല്ല ബന്ധം. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ നീയോട്ട് സംസാരിക്കുന്നത് പോലും. അതാ ഇപ്പോൾ എന്താ പറയുക, ഫെസ്റ്റീവ് സീസൺ ഇടയ്ക്കൊക്കെ വെച്ച് വരുമ്പോൾ ഒരു സഡൻ ട്രിപ്പിന് നമ്മൾ പോവാണ്. അപ്പോൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അടുത്തുള്ള ലൊക്കേഷൻസ് കൂടുതൽ പ്രിഫർ ചെയ്യുമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ്
അജിനാസ് പ്രിഫർ ബേസിക്കലി ഞാൻ കൊല്ലംകാരനാണ്. അപ്പം കൊല്ലംകാരൻ ഞാൻ നിങ്ങൾക്ക് ഇത് കാണുന്നവരെ ഞാൻ പറയാം, കൊല്ലത്ത് ആക്ച്വലി ഇഷ്ടംപോലെ കിടക്കൻ സ്ഥലമുണ്ട്. നിങ്ങൾക്കൊരു സഡൻ പ്ലാനായിട്ട് നിങ്ങൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കൊല്ലത്ത് വന്ന് നിൽക്കാനായിട്ട് കിടക്കൻ ഏരിയാസ് ഉണ്ട്. അതായത് എൻ്റെ വീട് കൊല്ലത്ത് പുനലൂരാണ്. ഈ പുനലൂർ ഏരിയയിലോട്ട് നിങ്ങൾ വരുവാണെങ്കിൽ ചിന്തിച്ചാൽ തെന്മല ഏരിയയിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പരിപാടികളുണ്ട് അവിടെ. കാരണം ഫോറസ്റ്റുകാരുടെ, അതായത് പ്രൈവറ്റ് പാർട്ടിയുടെ ഒന്നുമല്ല, ഫോറസ്റ്റുകാരുടെ തന്നെ പല പ്രോഗ്രാംസ് ഉണ്ട്, പല സ്റ്റേ ഉണ്ട്. അതായത് കാട്ടിനകത്ത് പോയി അങ്ങനെ വൈബ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നിങ്ങളൊരു ട്രിപ്പ് വരിക, നേരെ തെന്മലയിൽ വരുന്ന പുനലൂർ വഴി നേരെ തൂക്കോലമൊക്കെ കണ്ട് തെന്മല വന്ന് നിങ്ങൾക്ക് സ്റ്റേ ചെയ്തിട്ട് അവിടെ ശെന്തുരണി എക്കോ ടൂറിസത്തിൻ്റെ തെന്മല എക്കോ ടൂറിസം, ഇത് രണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പരിപാടികളാണ്. ഈ ശെന്തുരണിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വൈൽഡ് ലൈഫ് ആക്ടിവിറ്റീസ് ഉണ്ട്, ട്രക്കിംഗ് ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ലൈക്ക് ഏറ്റവും ലീസ്റ്റായിട്ട് ഇപ്പോൾ എല്ലാവരും കൊല്ലക്കാരും പറയുമ്പം ലേസിന് അടികൂടി, പപ്പടത്തിന് അടികൂടി, കപ്പലണ്ടിക്ക് അടികൂടി, ഇന്നലെ ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് തേങ്ങ അടികൂടി എന്ന് വേണമെങ്കിൽ വന്നേനായിരുന്നു. ഞാൻ അടികൂടാൻ പോയില്ല. ഇങ്ങനെയാണ് കൊല്ലംകാരെ ഡിഫൈൻ ചെയ്തത്. ബട്ട് കൊല്ലത്തിന് ആക്ച്വലി ഇഷ്ടംപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട്. മൺട്രോ ഒക്കെ നിങ്ങൾ ഒരുപാട് കേട്ട് മാറുന്ന പ്ലേസാണ് മൺട്രോ ദൂരത്തും കാര്യങ്ങളൊക്കെ. ഞാൻ പറയുന്നത് വേറൊരു ഏരിയ, അതായത് നിങ്ങൾ നേരെ ഈ പറഞ്ഞ ശെന്തുരണിയൊക്കെ അവിടുത്തെ ഒരു പ്രോഗ്രാം ഓഫീസർ എനിക്കറിയാം, പുള്ളിക്കാരായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ ട്രിപ്പ് ഞാൻ ഇങ്ങനെ പോകുമായിരുന്നു. അപ്പം അവിടെ എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ പറഞ്ഞ ട്രക്കിംഗ് ഉണ്ട്. അതായത് ചെറിയ ട്രക്കിങ്, ഹാർഡ് ട്രക്കിങ്, മീഡിയം, സോഫ്റ്റ്, അങ്ങനെ പല ട്രക്കിംഗ് ഉണ്ട്. എൻ്റെ പൊന്നു ബ്രോ, അതൊക്കെ വളരെ ചീപ്പ് എന്ന് വെച്ചാൽ 100 രൂപ 200 രൂപ ഈ റേഞ്ചൊക്കെ ഉള്ളൂ. മനസ്സിലായി, ടിക്കറ്റും കാര്യങ്ങളും. നമ്മുടെ കൂടെ ഒരു വൈൽഡ് ലൈഫിൽ അവിടുന്ന് ഒരു എന്താ പറയുന്ന ഒരു ഗാർഡിന് നമ്മുടെ കൂടെ വരും, കാട്ടിനകത്തുകൂടെ നമ്മളെ കൊണ്ടുപോകും. ഈ പുലിയുടെ ക്ലോ മാർക്സ് അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. കാട്ടുപോത്തിനെ ഞാൻ എനിക്ക് തൊട്ടടുത്ത ഡിസ്റ്റൻസ് ഞാൻ കാട്ടുപോത്തിനെ കാണിച്ചു അറ്റാക്ക് ചെയ്യത്തില്ല, കാരണം സ്ഥിരം വന്ന് വെള്ളം കുടിച്ചിട്ട് പോകുന്നത് അവർ തന്നെ പറയും. മനസ്സിലായില്ലയോ? അതുപോലെ തന്നെ ഈ ബേർഡ് വാച്ചിങ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ശെന്തുരണി ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഒരു പരിപാടിയാണ്. രാവിലെ 5-6 മണിയാകുമ്പോൾ നമ്മുടെ അവിടെ എത്തണം. എത്തിക്കഴിയുമ്പോൾ ഇവർ കൃത്യമായിട്ട് നമ്മളെ കൊണ്ടുപോയി ബേർഡ് വാച്ചിങ്ങിന് വേണ്ടി കൊണ്ടുപോകും. ഈ പക്ഷി നിരീക്ഷണമായിട്ടൊക്കെ താല്പര്യമുള്ളവർക്ക് അതിന് പോകാം. വെറും 100 200 രൂപ കേസ് കിട്ടും. 5 ഗ്രൂപ്പ് പോയി കഴിഞ്ഞാൽ 1000 രൂപ താഴെ വിത്ത് ഗാർഡ് നമ്മുടെ കൂടെ വരും. എല്ലാ പക്ഷികളെല്ലാം കണ്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. മനസ്സിലായില്ലേ? അപ്പം അതുപോലെ പിന്നെ ആ പറയുന്ന ഡാമിൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് സ്റ്റേ ഉണ്ട്, വളരെ ചീപ്പാണ്. മനസ്സിലായില്ലേ? അത്രയും രാത്രി ആ ഒരു കാടിൻ്റെ നടുക്കൊക്കെ ഇങ്ങനെ സ്റ്റേ ചെയ്ത് നിങ്ങൾക്ക് ആനിമൽസിനെ സൈറ്റ് സീയിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഒരു ഇത്. അത് മാത്രമല്ല, അവിടെ നേരെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പാലരുവി വെള്ളച്ചാട്ടം. ആരെങ്കിലും പാലരുവി വെള്ളച്ചാട്ടത്തിൽ പോയിട്ടുള്ള ഒരുപാട് പേര് കാണാത്തവർ നിങ്ങളൊന്ന് പോകണം. ഞങ്ങളുടെ നാട്ടിലാണ് പാലരുവി വെള്ളച്ചാട്ടം. അവിടെ നേരെ അങ്ങോട്ട് ആ റൂട്ട് പോവുകയാണെങ്കിൽ നേരെ തെങ്കാശി വഴി നേരെ നമ്മുടെ തമിഴ്നാട്ടിലോട്ട് പോകുകയാണെങ്കിൽ പോലും സൂപ്പർ സ്പോട്ടുണ്ട്. അവിടെ കുറ്റാലമുണ്ട്, അഞ്ചരൊളി വാട്ടർഫാൾസ് ഉണ്ട്. ഈ ഏരിയ എല്ലാം കിടക്കുക. ഇത് ഒരു സൈഡ്. ഇപ്പുറത്തെ സൈഡ് നോക്കുവാണെങ്കിൽ നമ്മളെ വനത്തിൻ്റെ അകത്തൂടെ പോകുന്നൊരു ഏരിയ ഉണ്ട്. പക്ഷെ എൻ്റെ പൊന്നെ, അത് വേറൊരു റൂട്ട്. അതായത് ഇതെല്ലാം ഈ കൊല്ലത്തേരി കിടപ്പുണ്ട്. പിന്നെ മാമ്പഴത്തറ ഞങ്ങളുടെ അവിടെ ഉള്ള സൂപ്പർ സ്പോട്ട്. അതായത് കൊല്ലത്തിൻ്റെ ഒരു മൂന്നാർന്ന് വേണമെങ്കിൽ പറയാം. ആ ഏരിയയൊക്കെ മാമ്പഴത്തറ, ആ ഒരു ഏരിയ, ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ നല്ല ഹിൽ സ്റ്റേഷനും ആ ഒരു മൂടാണ്. രാത്രി ലൈക്ക് ആനയൊക്കെ ഇറങ്ങുന്ന ഏരിയ ആണ്. അപ്പം ഇങ്ങനൊരു കിടുക്കൻ ഒരു വേറൊരു സ്ഥലം നമ്മുടെ കൊല്ലത്തുണ്ട്. വേറെ ജില്ലകൾ കാര്യം പറയുകയാണെങ്കിൽ വേറെ ആണെങ്കിൽ തൃശ്ശൂർ ആതിരപ്പള്ളി, ആ ഒരു മറ്റേ വാൽപ്പാറ മലക്കപ്പാറ പോകുന്ന റൂട്ടൊക്കെ അവിടെയൊക്കെ ഞാൻ ആക്ച്വലി അങ്ങനെ ഫുള്ളി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അവിടെയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ ആദിവാസികൾ അവർ താമസിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ റെയിൻഡിയർ ഹോളിഡേസിൽ ഈ ചേട്ടന്മാരുണ്ടല്ലോ, അവരൊരു നല്ല കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ അവരെ ബന്ധപ്പെട്ടാൽ മതി. അവിടെ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് അവിടുത്തെ കാട്ടുമൂപ്പനുണ്ട്, പുള്ളിക്കാരനായിട്ട് ഇവർ ചെയ്ത് അവിടെ നിങ്ങൾ ടൂറിന് പോവല്ല. അവിടെ കുട്ടികളുണ്ട്, എക്സ്പ്ലോർ അല്ല, അവിടെ കുട്ടികളുണ്ട്. ആ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുണ്ട് സ്കൂളിൽ. നിങ്ങൾക്ക് അവിടെ ചെന്ന് അവരെ പഠിപ്പിക്കണം. നിങ്ങൾക്ക് കുറച്ച് കുറച്ച് പെൻസിലോ ബുക്കോ റബ്ബറോ ഇങ്ങനെ അവർക്ക് അതൊക്കെ മതി. ചോക്ലേറ്റ് ഒന്നും കൊണ്ടുപോയി കൊടുക്കേണ്ട, അവർ പ്രോത്സാഹിപ്പിക്കത്തില്ല. കാരണം നമ്മൾ ചോക്ലേറ്റ് ഒക്കെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിനൊരു ടെംപ്ടേഷൻ, അതിനേക്കാളും അവർക്ക് റിക്വയർഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ച് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അവിടെ കൊണ്ട് കൊടുത്ത് അവിടെ ചെന്ന് ഒരു ദിവസം അവർ നിൽക്കുക, അവരുടെ ആഹാരങ്ങൾ കഴിച്ച് അവർ വീട്ടിലൊക്കെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ആരും അങ്ങനെ പോകാൻ ചിലപ്പോൾ തയ്യാറാകത്തില്ല. എല്ലാവരും ലക്ഷറിയുടെ മുകളിൽ ഇരുന്ന് ശീലിച്ചു കൊണ്ടായിരിക്കാം. ലക്ഷറിയുടെ മുകളിൽ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. കാരണം ചിലർക്ക് ഞാൻ ഇപ്പോൾ പുതിയ പിള്ളേരുടെയൊക്കെ കുറേ ട്രെൻഡ് അല്ലയോ, ഓരോ പുതിയ വാക്കുകൾ. കാരണം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കേട്ടില്ലാത്ത വാക്കുകളൊക്കെയാണ് ഇപ്പം പുതിയ രീതി. എനിക്കറിയത്തില്ല, ഞാൻ ഈ ടോക്സിസിറ്റി പോലും റീസെൻ്റ് ആയിട്ട് അറിയുന്നത്. ഇന്ത്യനെ പറ്റി സംസാരിച്ചാൽ വായന വെള്ളം പറ്റി നമുക്ക് വിദേശത്തേക്ക് പോകാം. അപ്പോൾ ഇന്ത്യയുടെ അത്രത്തോളം ഉണ്ടാവില്ല. അപ്പോൾ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ ക്യാച്ച് ചെയ്തിട്ട് സംസാരിക്കാം. അപ്പം അങ്ങനെ ആണെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഒരുപാട് വിദേശ ട്രിപ്പുകളൊന്നും ഞാൻ അത് പോയിട്ടുണ്ട്. വിയറ്റ്നാം, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, അതൊക്കെ ഉണ്ട്. പക്ഷേ ട്രെയിനിൻ്റെ സംഭവം മറ്റേ ഹനോയ് സ്ട്രീറ്റ്. അപ്പം ആക്ച്വലി ഞാൻ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പിള്ളേർക്കൊക്കെ ഒരു വെളിയിലോട്ട് ഒരു ട്രാവലിംഗ് പോകുന്ന എല്ലാവരും ഇപ്പോൾ പിടിക്കുന്നത് എന്തുവാ, തായ്ലാൻഡ്. ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്ഷൻ ഫോർ പാർട്ടിങ്. നിങ്ങൾക്ക് പോയി ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. ആൻഡ് ചീപ്പായിട്ട് നിങ്ങൾക്ക് പോകാം. അതിനും നിങ്ങൾക്ക് വേറെ ആരെയും സമീപിക്കുന്നുണ്ട്, ഇവരെ തന്നെ സമീപിച്ച് ഇവരെ തന്നെ കണക്ട് ചെയ്ത് തരും റെൻഡിൽ. അതവിടെ നിൽക്കട്ടെ. അപ്പം അത് ഒരു ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നോക്കാൻ പറ്റുന്നത് ഞാൻ പറയും വിയറ്റ്നാമാണെന്ന് പറയും. കാരണം വിയറ്റ്നാം ഒരു നൈസ് സ്പോട്ട്. കാരണം എൻ്റെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഈ മലയും പുഴയും
ആ ഒരു വൈബ് ഇഷ്ടപ്പെടുന്ന ഒരു തന്നെ ഈ കണ്ണിന് പ്രകൃതിയുടെ ഒരു ഏറ്റവും കൂടുതൽ ഹൈപ്പ് എവിടെ കിട്ടുന്നു അത് കണ്ട് ആസ്വദിക്കാൻ. ഇപ്പോൾ ഈ കാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ചെന്നിരുന്ന രാവിലെ തണുപ്പത്ത് ആ ഒരു ശബ്ദം ആ ഒരു വൈബ് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നവരാ. നമ്മൾ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും അവിടുന്ന് ഒരു ഇതൊക്കെ കേൾക്കും, ചെറിയൊരു ശബ്ദം, മനസ്സിലായോ? അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ രസം ഒരു നല്ല കാറ്റടിക്കും, നല്ല നമ്മുടെ ശരീരത്തിൽ തട്ടിയ കാറ്റ് പോകുമ്പോഴേ കിട്ടുന്നൊരു ഫീല് അത് ആസ്വദിക്കുന്നതാണ് ഞാൻ. മനസ്സിലായില്ല? ഇപ്പോൾ സിംഗപ്പൂരിൽ ഞാൻ സിംഗപ്പൂർ ആക്ച്വലി വർക്ക് ചെയ്തു. അപ്പോൾ ഈ ട്രാവലിംഗ് അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു? ഒരിക്കലും പറ്റിയില്ല, ടു ബി ഫ്രാങ്ക്. കാരണം അതാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പം എന്നെ അറിയാവുന്നവർ കുറേ പേർക്ക് അറിയാം, നല്ല രീതിയിൽ യാത്ര ചെയ്ത് നല്ലൊരു ഹൈപ്പിൽ നിന്നൊരു ടൈം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ഡൗൺ ആയി. പിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ലൈക്ക് അറൌണ്ട് ഫോർ 3 years ഐ ബിൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ഡൗൺ എന്നുള്ള രീതിയിൽ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. കാരണം എന്താ, നമ്മൾ അവസാന ഘട്ടം എന്തുകൂടെ പഠിച്ചത് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ. അപ്പോൾ വീട്ടുകാർക്കെല്ലാം 4 വർഷം പോയി പഠിച്ചിട്ട് എന്തെങ്കിലും ഗുണം വേണ്ട എന്നൊരു ചിന്ത അവർക്ക് പഠിക്കും. അതൊരു ഒരു ഒരു ഇതാണ് ഫാക്ടർ. പഠിച്ച എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ പഠിച്ചു, അത് സംബന്ധമായിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നല കുടുംബസമയത്തും ചുറ്റുമുള്ളവർക്കോ എന്തു ആ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഇങ്ങനെ തന്നെ തിരിഞ്ഞ് നടക്കുന്നത്. ഇതാണ് വരുന്നൊരു ഫാക്ടർ. ആ ഒരു നമുക്ക് പഠിക്കും ആ പ്രായത്തിൽ. ഡെഫിനറ്റ്ലി അല്ല, ആ സമയത്ത് പണിയില്ലല്ലോ. ഇൻഫാക്ട് അവർ നമ്മൾ വലിയ സെറ്റപ്പ് ഒന്നും അല്ലല്ലോ, നമ്മൾ പണിയില്ലല്ലോ. ഇൻഫാക്ട് അത് അടിക്കും. വീട്ടിലൊരു പ്രാരാബ്ദങ്ങൾ പ്രശ്നങ്ങൾ വരും. മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ചിന്താഗതി ഇന്ന് ട്രാവലിംഗ് നോക്കി നിന്നാൽ പറ്റത്തില്ല. വീട്ടിൽ അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, സോ കറണ്ട് ബില്ല്, ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ യാത്രയിൽ നിന്നും ഒരുപാട് ചുരുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊരു പ്രൊഫഷനായിട്ട് എടുക്കുന്നവർക്ക് അതിൽ നിന്ന് സാമ്പത്തിക വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് പോകുമ്പോൾ അത് വേറൊരു വ്ളോഗും അങ്ങനെ ഞാൻ അങ്ങനെ ആ വ്ളോഗ് ചെയ്ത് കാശുണ്ടാക്കി ആ രീതി ചിന്തിച്ച ഒരുത്തനുമല്ല. ഞാൻ ചെയ്തു, കണ്ടു, പോയി, ഇഷ്ടപ്പെട്ട് കുറച്ച് വീഡിയോസ് അവിടെ ഇവിടെ ഇട്ട് ഇങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പം ആ ഒരു കുടുംബ പ്രാരാബ്ദവും കാര്യങ്ങളും വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടൊരു ജോലി കാര്യങ്ങൾ ചെയ്യണമെന്നൊരു തോന്നുന്നുണ്ട്. അങ്ങനെ തന്നെ എഞ്ചിനീയറിംഗ് ആയിരുന്നു, മെക്കാനിക്കൽ. സോ സിംഗപ്പൂർ ഷിപ്പ്യാർഡിൽ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. ബട്ട് ഞാൻ അറൗണ്ട് ഞാൻ അവിടെ ഒരു സിംഗപ്പൂരിൽ അതുകൊണ്ട് 2 വർഷം ഉണ്ടായിരുന്നു. ജോലി എന്ന് പറയുമ്പോൾ ഭയങ്കര ഹെക്ടിക് എന്ന് ഞാൻ പറയത്തില്ല. നമ്മുടെ ലൈഫ് നമ്മളൊരു എല്ലാ നാട്ടിലും പ്രവാസികളായിട്ടുള്ള ആളുകൾ പോകുമ്പോൾ അവരുടേതായ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ 30 ദിവസം 2 ദിവസം എനിക്ക് ലീവുള്ളൂ, എനിക്ക് കിട്ടേണ്ട പേ വരുന്നില്ല. ആൻഡ് അതുപോലെ വർക്ക് പ്രഷർ അവിടുത്തെ വർക്ക് പ്രഷർ ഈസ് ഫൈൻ, നമുക്ക് കാരണം നമ്മൾ ഹാൻഡിൽ ചെയ്താലേ പറ്റൂ. ബട്ട് അറ്റ് എൻഡ് പോയിന്റ് യു ആർ നോട്ട് ഗെറ്റിംഗ് എ ലൈഫ്, പ്രോപ്പർ ലൈഫ് ഇല്ല. ഞാനിപ്പോൾ ആലോചിക്കുന്നു, ഞാനിപ്പോൾ എനിക്ക് അവിടെ സിംഗപ്പൂരിൽ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവൻ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. 28 വയസ്സായ ഒരു വ്യക്തി, ഞാൻ 27 വയസ്സായ സമയത്ത്, അല്ലെങ്കിൽ 26-27 വയസ്സ്, ഞാൻ ഇനിയും എൻ്റെ പോയിന്റ് ഒരു 3 വർഷം അവിടെ ഞാൻ സ്പെൻഡ് ചെയ്താൽ ഡസൻ ഫീൽ ലൈക്ക് വർത്ത് ആയിട്ടുള്ള. കാരണം എനിക്ക് എൻ്റെ ലൈഫ് ഇല്ലാതെ പോവുക. ഞാനതൊരു ട്രാവൽ ചെയ്തുകൊണ്ട് അത്രയും ഒരു എന്ത് പറഞ്ഞ ഒരു ചുറുറുക്കായിട്ട് നടന്നൊരു പയ്യൻ, അങ്ങനെ നിന്നൊരു പയ്യൻ ഒന്നും അല്ലാതായി പോകുന്നു എന്നൊരു ഫീൽ എനിക്ക് അടിച്ച്. ബട്ട് ഐ ടുക്ക് എ ബ്രേവ് ഡിസിഷൻ. ഇപ്പം ഞാൻ നോക്കുന്നു, ഞാൻ എൻ്റെ ജോലി കളഞ്ഞു. അതായത് ഒരു എഞ്ചിനീയറിംഗ് ഫേം ആയിട്ട് നിന്ന് അവിടെ ഷിപ്പ്യാർഡിലെ പക്ക ലൈക്ക് പൈപ്പിങ്ങും ഇതുമായിരുന്നു. അത് എസ്പാസ്, സിംഗപ്പൂർ എസ്പാസ് കിട്ടാൻ പാടാ. എസ്പാസിൽ നിന്ന് ഒരു തന്നെ ആ ജോലി ഞാൻ കളഞ്ഞ്. I think it was like kind of a brave decision. In the same moment ഒരു ഡിഫിക്കൽട്ട് ഡിസിഷൻ ആയിരുന്നു. ബട്ട് നൗ ഐ നെവർ ഫീൽ റിപ്പനന്റ്. പശ്ചാത്താപമൊന്നും എനിക്കില്ല. കാരണം ഞാൻ വന്നു, I entered into this fitness industry and currently like ഞാൻ ആ ഒരു ഓണ്ടർപ്രണർഷിപ്പ്, ഒരു ഓണ്ടർപ്രണറാണൊക്കെ നമ്മളിങ്ങനെ പോകുന്നു. ലൈക്ക് റണ്ണിങ് ഒരു ജിമ്മിൻ്റെ ഒരു ഇത് കാര്യങ്ങൾ, ലൈക്ക് സപ്ലിമെൻറ്റ് സ്റ്റോർ, അതുപോലെ തന്നെ വി ഹാവ് ലൈക്ക് അറൗണ്ട് ഓൺലൈൻ ഫിറ്റ്നസ് ക്ലയൻസ് ഉണ്ട് ഇഷ്ടം പോലെ. അപ്പം ഫ്രം ഓൾ അറൗണ്ട് ദ വേൾഡ് ക്ലയൻസ് ഉണ്ട്. സോ ഐ ഹാവ് ലൈക്ക് അറൗണ്ട് ഒരു ബാക്കപ്പ് ഒരു 20+ ട്രെയിനേഴ്സ് ഉണ്ട് എൻ്റെ കൂടെ. സോ അത് നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നെക്സ്റ്റ് ലെവൽ എന്തായിരിക്കാം യാത്രയുടെ? ഇനി ഞാൻ നെക്സ്റ്റ് ലെവൽ യാത്രയിലായിട്ട് ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഒരു ഇച്ചിരി ടൈം പീരീഡ് എനിക്ക് എടുക്കും എന്തായാലും തോന്നുന്നു. ലൈക്ക് ഐ നീഡ് ടു ലൈക്ക് കുറച്ച് കാര്യം ഞാൻ ഇപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട് യാത്രയിലോട്ട് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി, അടുത്തൊരു യാത്ര ഇറങ്ങിത്തിരിക്കണം. ബട്ട് ദർ ആർ സം പോയിന്റ്സ് ലൈക്ക് പുഷിങ് യു ബാക്ക്വേർഡ്. ആ ബാക്ക്വേർഡ് റെസ്പോൺസിബിലിറ്റി വരുമ്പോഴാണ് നമ്മൾ ഒരുപാട് പുഷ് ചെയ്യുന്നത്. ഒരു ഫാമിലി മാനും കൂടെ ആയി. തീർച്ചയായിട്ടും അത് വരുമ്പോഴാണ് നമുക്ക് ഈ പ്രവാസികളായിട്ടുള്ള ആളുകളുടെ എല്ലാവരുടെയും ഒരു ചിന്ത, എല്ലാവർക്കും ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ചെയ്യുമ്പോൾ അവരുടെ കുടുംബത്തിനെ കുറിച്ച് ഓർക്കും. അത് ഓർക്കുമ്പോൾ എന്ത് വരും, വേണ്ട ഇത് ശരിയാവത്തില്ല, ആ പൈസയും കൊണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്നുള്ള തോന്നൽ വരും. അപ്പം റെസ്പോൺസിബിലിറ്റി ഇസ് എ വെരി ബിഗ് ഫാക്ടർ. ബട്ട് ഇൻ ദ മീൻ വൈൽ ഇത് ഞാൻ ഒരിക്കലും കളയത്തുമില്ല. സോ ഇതോടുകൂടെ നമ്മുടെ ഒരു ഇത് അവസാനിക്കുകയാണ്. സോ താങ്ക് യു വെരി മച്ച് അജിനാസ്. നമ്മളോടൊപ്പം സംസാരിച്ച് അദ്ദേഹത്തിന് ട്രാവലിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തു, ഒരുപാട് ഇന്നോവേറ്റീവ് ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച്. താങ്ക്സ് ബ്രോ. ഷുവർ.